പ്രിയ കൂട്ടുകാരെ, നമ്മൾ വായന വീണ്ടും തുടരുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കാം. ഞാൻ മിഖായേൽ, ഞാൻ നിങ്ങളുടെ സഞ്ചി വഹിച്ചുകൊള്ളാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കുനിഞ്ഞ് കൈ നീട്ടി അതെടുക്കുവാൻ തുടങ്ങി. നന്ദി മിഖായേൽ, ഞാൻ അവന് തിരിച്ചൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ വന്നിരിക്കുന്നത് നിന്നെ വിത്ത് വിതറാൻ സഹായിക്കുവാനാണ്. ഓ, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അവൻ സന്തോഷവാനായി പറഞ്ഞു. ദൈവം എത്ര നല്ലവൻ! നിങ്ങൾക്കറിയാമോ, ഞാൻ സഹായത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ നിങ്ങൾ എൻ്റെ മുമ്പിൽ. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം! ആനന്ദവായ്പോടെ അവൻ സംസാരം ഗാനാലാപം പോലെ തോന്നിയിരുന്നു. പത്രോസ് പറഞ്ഞു, എങ്കിൽ എവിടെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരൂ. എൻ്റെ കൂടെ വരൂ. നിങ്ങളുടെ താല്പര്യം കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. ഒരുപാട് ജോലിയുണ്ട്. ഞങ്ങളെ വയലിലേക്ക് നയിക്കുമ്പോൾ മിഖായേൽ പറഞ്ഞു. ഇളയ സഹോദരി യാക്കോബിനെ നോക്കി പതുക്കെ പറഞ്ഞു, നന്ദി. ദിവസം മുഴുവനും ഞങ്ങൾ വയലിൽ വേല ചെയ്തു. സ്ത്രീകൾ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും കൊണ്ടുവന്ന് തന്നു. മിഖായേൽ ഒരുപാട് അധ്വാനിച്ചെങ്കിലും അവൻ്റെ കാലുകളുടെ സ്വാധീനക്കുറവ് കാരണം കുറച്ച് മാത്രമേ ഫലമുണ്ടായുള്ളൂ. ദിവസം മുഴുവനും സ്നേഹത്താൽ നിറയപ്പെട്ടു. ചിരിക്കുന്നവനും സന്തോഷിക്കുന്നവനുമായി കാണപ്പെട്ടു അവൻ. എല്ലാ മനുഷ്യരും മിഖായേലിനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. സ്നേഹത്താൽ നിറഞ്ഞതും വിശുദ്ധവുമായൊരു ആത്മാവിനെ മിഖായേലിൽ ഞാൻ ദർശിച്ചു. മറ്റുള്ളവരിൽ നിന്നുമുള്ള പരിഹാസവും നിന്ദനങ്ങളും താനൊരു പൂർണ്ണ മനുഷ്യനല്ല എന്ന തോന്നൽ ഉളവാക്കുന്ന വേദനയും, ഓരോ പ്രാവശ്യം കാലടികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന വേദനയും, അങ്ങനെ അവൻ്റെ ഉള്ളിലെ എല്ലാ വേദനയും മായ്ക്കുന്നതായിരുന്നു ആ സ്നേഹം. ഈ വേദനയിലൊക്കെയും അവൻ്റെ സ്നേഹമാണ് പ്രകാശിച്ചു നിന്നത്. ചെറിയ ചെറിയ കഷ്ടതകൾ മാത്രമുള്ളവരും യാതൊരു വിധ പ്രയാസങ്ങളും തീണ്ടിയിട്ടില്ലാത്തവരുമായ അനേകർ സ്വാർത്ഥരായി സ്വയം സ്നേഹിച്ചുകൊണ്ട് മാത്രം ജീവിക്കുമ്പോൾ മിഖായേൽ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു വലിയ മാതൃകയാവുകയാണ്. എന്നാൽ ഇത് ദർശിക്കേണ്ടതിന് അവരുടെ നയനങ്ങൾ തുറക്കേണ്ടിയിരിക്കുന്നു. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. ശരീരത്തിൽ നിന്നും വയലിലെ ചെളിയൊക്കെ കഴുകിക്കളയുമ്പോൾ യൂദാസ് പറഞ്ഞു, കർത്താവെ, കാലത്ത് കൂടുതൽ കഴിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇന്നത്തെ ജോലിക്ക് അത് ആവശ്യമായിരുന്നു. യൂദാസെ, രാവിലെ ഞാൻ നന്നായി കഴിച്ചുവല്ലോ. പിന്നെ ഇന്ന് സഹോദരിമാർ കൊണ്ടുവന്ന ഭക്ഷണവും ഉണ്ടായിരുന്നു. അത് ധാരാളം മതി, ഞാൻ പറഞ്ഞു. ശരിയാണ് കർത്താവെ, അത് നല്ല ശാപ്പാടായിരുന്നു. വയലിൽ വച്ച് കഴിച്ച ഭക്ഷണത്തെ അനുസ്മരിച്ചുകൊണ്ട് യൂദാസ് പറഞ്ഞു. ഇനി വൈകിട്ടത്തെ ശാപ്പാട് സമയം വരെ കാത്തിരിക്കണം. ഞങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതെ അവനെ നോക്കി. അപ്പോൾ പത്രോസ് ഒരു നനഞ്ഞ തുണി അവൻ്റെ നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഒരു ആർത്തിക്കാരനാണ്. നീ എന്താണ് ഉദ്ദേശിച്ചത്? യൂദാസ് മുറിപ്പെട്ടവനെ പോലെ ചോദിച്ചു. എനിക്ക് നല്ല വിശപ്പുണ്ട്, അതൊരു തെറ്റൊന്നുമല്ല, അവൻ സ്വയം ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല വിശപ്പുണ്ടെന്നത് ഒരു കാര്യം, അന്ത്രയോസ് പറഞ്ഞു. എന്നാൽ നീ ശരിക്കും ഒരു ആർത്തിക്കാരൻ തന്നെ. അത് ന്യായമല്ല. എനിക്ക് ആവശ്യമായത് ഞാൻ കഴിക്കുന്നു. ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, നിങ്ങളിൽ പലരെ കഴിഞ്ഞും കൂടുതൽ അധ്വാനിക്കുന്നത് ഞാനാണ്. യൂദാസ് പറഞ്ഞപ്പോൾ തോമസ് ഇടയ്ക്ക് കയറി. അതെ അതെ, പണം മുഴുവൻ എണ്ണി തീർക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. യൂദാസ് സഹായത്തിനായി എന്നെ നോക്കി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ആതിഥേയരോടൊപ്പം പോരേണ്ടതിന് നമുക്ക് വീടിനകത്തേക്ക് പോകാം. തർക്കിക്കാതിരിക്കുവാൻ ശ്രമിക്കൂ. ഇന്ന് രാത്രിയിൽ യൂദാസ് അല്പം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. അവൻ ആർത്തിക്കാരനല്ലെന്ന് തെളിയിക്കുവാൻ ഗുരു പറഞ്ഞത് ശരിയാണ്. ഞാൻ ആർത്തിയുള്ളവനല്ല എന്ന് നിങ്ങൾ ഇന്ന് കണ്ടറിയും. ഇത് പറയുമ്പോൾ അവൻ്റെ നെഞ്ച് വികസിച്ചിരുന്നു. ശരീരത്തിൽ നിന്ന് വയലിലെ ചെളിയൊക്കെ നന്നായിട്ട് പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ വീടിനുള്ളിൽ പ്രവേശിച്ചത്. മൂത്ത സഹോദരി എൻ്റെ അരികിൽ വന്ന് ചോദിച്ചു, ഗുരു, ആദ്യം നിങ്ങൾ എൻ്റെ പിതാവിൻ്റെയും സഹോദരൻ്റെയും കൂടെ പ്രാർത്ഥിക്കാമോ? തീർച്ചയായും, ഞാൻ മറുപടി പറഞ്ഞു. അവർ എവിടെയാണ്? അവൾ ഞങ്ങളെ ഒരു വലിയ മുറിയിലേക്ക് ആനയിച്ചു. മുറിയുടെ ഒരരികിലായി ഒരു കിടക്കയും അതിൽ തലയണയുടെ സഹായത്താൽ ഉയർന്നിരിക്കുന്ന അവളുടെ പിതാവിനെയും കണ്ടു. കിടക്കയരികിൽ മിഖായേൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇത് യേശുവാണ്. ഇദ്ദേഹം ഒരു റബ്ബിയാണ്. ഇദ്ദേഹം അനുയായികളോടൊപ്പം ഇന്ന് നമ്മളെ വയലിൽ സഹായിക്കുകയായിരുന്നു. വയസ്സായ മനുഷ്യൻ അവശതയോടെ എന്നെ നോക്കി ചിരിച്ചു. അങ്ങ് റബ്ബിയാണോ? അയാൾ മന്ത്രിച്ചു. നേരായിട്ടും. അതെ സുഹൃത്തെ, ഞാൻ പറഞ്ഞു. അയാളുടെ മുഖം തെളിയുന്നത് കണ്ടു. പിന്നെ അയാൾ നിവർന്നിരിക്കാൻ ശ്രമിച്ചു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ചെയ്യാമല്ലോ? അയാൾ ചോദിച്ചു. ഒരുപാട് നാളായി എനിക്ക് തോന്നുന്നു ദൈവം എന്നെ മറന്നു കാണുമെന്ന്. ദൈവം ആരെയും ഒരിക്കലും വിസ്മരിക്കുകയില്ല. താങ്കളുടെ ഓരോ വിശ്വാസവും ഓരോ വാക്കും ഓരോ ചിന്തയും ദൈവം അറിയുന്നു. ദൈവത്തിന് ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ കരയുവാൻ തുടങ്ങി. എനിക്ക് കുറേ നാളുകളായിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. കാഴ്ച കുറഞ്ഞതിനാൽ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുവാനും സാധിക്കാറില്ല. എൻ്റെ മകൻ മിഖായേൽ വായിച്ച് കേൾപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം എൻ്റെ മുന്നിലെത്തുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ എനിക്ക് അവൻ വായിക്കുന്നത് കേൾക്കുവാനും സാധിക്കാറില്ല. എന്നെപ്രതി ദൈവത്തിന് ഇച്ഛാഭംഗം തോന്നുന്നുണ്ടാവും. എൻ്റെ ഈ പാവമകനെ നോക്കൂ, നല്ലവനാണവൻ, വലിയ ഹൃദയമുള്ളവൻ. എന്നാൽ തനിയെ കൃഷി നോക്കി നടത്തുവാൻ അവനെക്കൊണ്ടാവില്ല. എൻ്റെ പെൺമക്കൾക്ക് സന്ദർശനങ്ങൾക്കൊക്കും ഒരിക്കലും സമയം കിട്ടാറില്ല. അതുകൊണ്ട് അവർക്ക് ഭർത്താക്കന്മാരുമില്ല. ദൈവ
ദൈവത്തിൻ്റെ മുമ്പാകെ ഞാനും എൻ്റെ കുടുംബവും ലജ്ജാവഹമായ ഒരു കാഴ്ചയായിരിക്കണം. ഞാൻ അധികം താമസിയാതെ മരിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് ദുഃഖമുണ്ട്. ദൈവം എൻ്റെ കുടുംബത്തിലും നിലത്തിലും വർഷിച്ച ദാനങ്ങളൊന്നും ഞാൻ വേണ്ടവണ്ണം ഉപയോഗിച്ചില്ല. എന്തിന്? കഠിനാധ്വാനം മൂലം എൻ്റെ ഭാര്യയും മരിച്ചുപോയി. ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അയാൾ പറഞ്ഞു, അല്ലയോ വയോധിക, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പിഴകളെല്ലാം ക്ഷമിക്കുകയും ചെയ്യും. ജീവിതത്തിലുടനീളം താങ്കൾ എപ്രകാരം ദൈവത്തെ സ്നേഹിച്ചുവെന്നും അവിടുന്ന് അറിയുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് സ്വയം കരുതിയപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള താങ്കളുടെ ചിന്തകൾ പ്രാർത്ഥനകളായിരുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഉറ്റുനോക്കുകയും ബുദ്ധിമുട്ടിൻ്റെയും ക്ലേശങ്ങളുടെയും കാര്യങ്ങളിൽ പോലും താങ്കൾ ദൈവത്തെ സ്നേഹിക്കാതിരുന്നിട്ടില്ലെന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. ജന്മനാ വികലാംഗനായി നിങ്ങൾക്കൊരു മകൻ മിഖായേൽ ജനിച്ചപ്പോൾ താങ്കളും ഭാര്യയും ഈ മഹനീയ ദാനത്തെ പ്രതി എപ്രകാരം ദൈവത്തോട് നന്ദി പറഞ്ഞു എന്നതും ദൈവം അറിയാത്തതല്ല. താങ്കൾ സ്വന്തം ഭാര്യയെ എത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും താങ്കൾ അവളുടെ ജീവിതത്തെ പ്രതിയും അവൾ അനുദിനം താങ്കൾക്ക് നൽകിയ സ്നേഹത്തെ പ്രതിയും മാത്രമല്ല അവളെ ധാരാളമായി സ്നേഹിക്കുവാൻ താങ്കൾക്ക് സാധിച്ചതിനെ പ്രതിയും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം കണ്ടതാണ്. താങ്കളുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം കാണുന്നത് മകൻ്റെ ഹൃദയത്തിലെ ശുദ്ധമായ സ്നേഹവും സന്തോഷവും, പിന്നെ പെൺമക്കളുടെ ഔദാര്യ മനസ്കതയും ദയയും അവരുടെ പിതാവിൻ്റെ എളിമയും വിനയവുമാണ്. അവിടുത്തോടുള്ള സ്നേഹാധിക്യത്താൽ സിനഗോഗിൽ ഒരിക്കലും ഇനി പോകുവാൻ സാധിക്കില്ലല്ലോ എന്നോർത്ത് താങ്കൾ ആകുലനാകുന്നതും ദൈവം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നല്ല ദൈവമനുഷ്യനാണ് താങ്കൾ. ഈ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമാണ്. ഞാൻ പറഞ്ഞപ്പോൾ അവർ തൻ്റെ ഹൃദയത്തിൽ നിന്ന് രോദനമുണർന്നു. ഓ യാഹ്വേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവെ, എന്നെ വേഗം കൊണ്ടുപോകൂ. കർത്താവെ, ഞാൻ പോയാലും അവർ സംരക്ഷിതരായിരിക്കേണ്ടതിന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കൂ. കൈകൾ ദുർബലമായി വായുവിൽ ഉയർത്തിക്കൊണ്ട് എൻ്റെ പിതാവിന് തൻ്റെ വാക്കുകളെ സമർപ്പിക്കുകയായിരുന്നു ആ മനുഷ്യൻ. അയാളുടെ ശബ്ദം വിറച്ചു. റബ്ബി, ദയവായി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണം. അയാൾ എന്നോട് പറഞ്ഞു. ശിഷ്യന്മാരും മിഖായേലും ആ വൃദ്ധനും ഞാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പെൺമക്കളാകട്ടെ അടുത്ത മുറിയിൽ കാത്തിരുന്നു. യാക്കോബ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയാൽ എൻ്റെ പിതാവ് ഈ കുടുംബത്തെ സഹായിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ഏകദേശം 2 മണിക്കൂറോളം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അവസാനിച്ചപ്പോൾ വൃദ്ധൻ പറഞ്ഞു, റബ്ബി, അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. എൻ്റെ ഹൃദയം ഇപ്പോൾ സന്തോഷം അനുഭവിക്കുന്നു. ദയവായി അങ്ങ് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പായി എൻ്റെ പെൺമക്കളെ അനുഗ്രഹിക്കണം. എൻ്റെ സുഹൃത്തെ, തീർച്ചയായും അനുഗ്രഹിക്കാം. ഞാൻ പറഞ്ഞു. റബ്ബി, അയാൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങേക്ക് ഇത്രയധികം അറിവ് എങ്ങനെയുണ്ടായി? ദൈവത്തിന് നിൻ്റെ ജീവിതം മുഴുവൻ അറിയാം. ഞാൻ പറഞ്ഞു. ഒരു തമാശ കേട്ടിട്ടെന്ന പോലെ അയാൾ എന്നെ നോക്കി. എന്നാൽ അങ്ങ് എങ്ങനെയാണ് അറിഞ്ഞത്? അവൻ ചോദിച്ചു. പിതാവ് എന്തറിയുന്നുവോ അത് പുത്രനും അറിയുന്നതാണ്, ഞാൻ പ്രതിവചിച്ചു. എന്നാൽ അയാൾക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ കണ്ടു. അപ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് പുത്രൻ? ഞാനാകുന്നു. മുറിവിട്ടുകൊണ്ട് ഞാൻ പ്രതിവചിച്ചു. മൂത്ത മകൾ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നു. അദ്ദേഹം ഉടനെ തന്നെ മരിക്കും അല്ലേ? അതെ, ഞാൻ മറുപടി പറഞ്ഞു. എന്നാൽ സന്തോഷമുള്ളൊരു കുടുംബത്തെ അവശേഷിപ്പിച്ചുകൊണ്ട് സന്തോഷവാനായിട്ടാണ് മരിക്കുക. 2 പെൺമക്കളും മെല്ലെ കരയുവാൻ തുടങ്ങി. ഞാൻ കരങ്ങൾ അവരുടെ ശിരസുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ഒരു ശാന്തത അവരിൽ നിറഞ്ഞു. അവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. മിഖായേൽ മുറിയിലെ വലിയ മേശക്കരികിലായി എൻ്റെ അടുത്ത് വന്നിരുന്നു. റബ്ബി യേശുവ, എൻ്റെ പിതാവിനോടൊത്ത് പ്രാർത്ഥിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി തീരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. അവൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം ആയിരിക്കുന്നത് എപ്പോഴും ആനന്ദദായകമാണ്. ഞാൻ മറുപടി പറഞ്ഞു. മിഖായേലിന് അഭിമുഖമായിരുന്ന പത്രോസ് പറഞ്ഞു, ഈ നല്ല കുടുംബത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനാകുമോ എന്ന് ഞാൻ വിസ്മയിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ പറഞ്ഞു. അത്താഴം സ്വാദിഷ്ടമായിരുന്നു. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പാവം യൂദാസ് അല്പം മാത്രം തൻ്റെ പാത്രത്തിൽ ഇട്ടുകൊണ്ട് ദുഃഖിതനായിരുന്നു. അന്ത്രയോസിൻ്റെ തൊട്ടടുത്തിരുന്ന യാക്കോബാകട്ടെ തൻ്റെ പാത്രത്തിലുള്ള വലിയ കഷ്ണം ഇറച്ചി ചവച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഭക്ഷണം വളരെ കേമമായിട്ടുണ്ട്. യൂദാസ് കണ്ണിൽ കത്തുന്ന വിശപ്പുമായി ഈ ഇറച്ചി കഷ്ണത്തിൽ നോക്കി. എലിസബത്ത് എന്നു പേരുള്ള ചെറുപ്പക്കാരിയായ ആ സ്ത്രീ യൂദാസിനോട് പറഞ്ഞു, നീ ഒന്നും തന്നെ കഴിക്കുന്നില്ല, കുറച്ചുകൂടി കഴിക്കുക, ഇഷ്ടം പോലെയുണ്ട്. എന്നിട്ട് അവൾ ഒരു പാത്രം ചോളം അവൻ്റെ മുമ്പിലേക്ക് നീക്കി വെച്ചു. എനിക്ക് കഴിക്കാനാവില്ല, യൂദാസ് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് സത്യം ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഇതുപോലൊരു സത്യം ചെയ്യേണ്ടി വന്നതെന്ന് അവൻ്റെ ഹൃദയവിചാരം ഞാൻ അറിഞ്ഞു. എങ്കിലും വയലിലെ കഠിനാധ്വാനത്തിന് ശേഷം നിനക്ക് നല്ല വിശപ്പുണ്ടാവുകയില്ലേ? എലിസബത്ത് താല്പര്യത്തോടെ ചോദിച്ചു. ഇല്ല, സത്യം ചെയ്താൽ ചെയ്തതാണ്. മേശയ്ക്ക് ചുറ്റുമുള്ള എല്ലാവരും നോക്കവേ യൂദാസ് പറഞ്ഞു. ഇതിൽ നിന്ന് യൂദാസ് പഠിക്കണമെന്ന് ഞാൻ ആശിച്ചു. പക്ഷേ അങ്ങനെ സംഭവിക്കില്ലെന്നും എനിക്കറിയാമായിരുന്നു. അത്താഴത്തിന് ശേഷം ക്ഷീണം മൂലം പലരും നേരത്തെ ഉറങ്ങിപ്പോയി. എന്നാൽ ഞാൻ പിതാവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കുമ്പോൾ യൂദാസ് കമ്പിളിപ്പുതപ്പിനുള്ളിൽ നിന്ന് ഊർന്നിറങ്ങുന്നത് കണ്ടു. അടുക്കളയിൽ പ്രവേശിച്ച നിമിഷങ്ങൾക്കുള്ളിൽ അവൻ കുറച്ച് ഇറച്ചി കഷ്ണങ്ങളായി തിരികെ വന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് അവൻ കിടക്കുന്നിടത്ത് നിന്ന് ചവയ്ക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. അതിനുശേഷം ഒരേമ്പക്കം വിട്ടുകൊണ്ട് അവൻ ഉറങ്ങുവാൻ തുടങ്ങി. പാവം യൂദാസ്, വാക്കു പാലിക്കുവാനുള്ള ശക്തി അവന് കണ്ടെത്താനായില്ല. ഞങ്ങൾ അതിരാവിലെ ഉണർന്നു. വൃദ്ധനായ മനുഷ്യനോടൊപ്പം അല്പനേരം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. പിന്നെ വേല ചെയ്യുവാനായി കൃഷിയിടത്തിലേക്ക് പോയി.
ഇന്ന് രാത്രി കൊണ്ട് പണിയൊക്കെയും തീരുമെന്ന് കരുതുന്നു. മിഖായേൽ സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങൾ നന്നായിട്ട് വേല ചെയ്യുന്നുണ്ട്. ഞാൻ ആഴ്ചകൾ കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കുന്നത്. അതെ, ഇന്ന് രാത്രി നിങ്ങളുടെ ഇവിടുത്തെ അവസാന രാത്രി ആയിരിക്കും, ഞാൻ പറഞ്ഞു. മാത്രമല്ല ഈ രാത്രി നമുക്കെല്ലാവർക്കും വളരെ സവിശേഷതയുള്ള ഒരു രാത്രി കൂടിയായിരിക്കും. ജോലിയൊക്കെയും പൂർത്തിയായി, വിത്തും വിതറലും കഴിഞ്ഞു. അവരെ ഈ വിധം സഹായിക്കുവാനായതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ശരീരത്തിൽ പറ്റിയിരുന്ന ചെളി കഴുകിക്കളയുന്നതിനിടെ ജോലി ചെയ്തു തീർത്തതിലെ ആനന്ദത്താൽ മറ്റെല്ലാവരും ഉറക്കെ സംസാരിക്കുമ്പോൾ യൂദാസ് മാത്രം നിശബ്ദനായി കാണപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ചു വരുമ്പോൾ വല്ല സത്യവും ചെയ്തു പോയെങ്കിലോ എന്ന് കരുതി യൂദാസ് വളരെ കരുതലോടെ പെരുമാറുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. തോമസ് പറഞ്ഞു. നീ മൗനമായിരിക്കുന്നല്ലോ യൂദാസ്, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഇല്ല, യൂദാസ് മറുപടി പറഞ്ഞു. എന്നിട്ട് തുടർന്നും കഴുകിക്കൊണ്ടിരുന്നു. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ 2 സ്ത്രീകളും ഒരുമിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ പിതാവിനോടൊപ്പം പ്രാർത്ഥിക്കുമോ? ഇന്നലെ രാത്രിക്ക് ശേഷം അദ്ദേഹത്തിന് എന്ത് സന്തോഷമാണെന്നോ. പ്രാർത്ഥിക്കാം, ഞാൻ പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ 2 പേരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ശരിയല്ല, എലിസബത്ത് പറഞ്ഞു. നിങ്ങൾ ആണുങ്ങളാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങൾ പിന്നാലെ വന്നുകൊള്ളാം. അത് സാരമില്ല, ഞാൻ പറഞ്ഞു. ഈ രാത്രി ചില സവിശേഷതകളുള്ളതാകിയാൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. നേരായിട്ടും അങ്ങ് അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? മൂത്തോൾ ചോദിച്ചു. അതെ, ഞാൻ മറുപടി പറഞ്ഞു. വൃദ്ധനായ ആ മനുഷ്യൻ കിടന്നിരുന്ന വലിയ മുറിയിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്നു. അദ്ദേഹത്തെ തലയിണ ഉപയോഗിച്ച് ഉയർത്തിയിരുത്തിയിട്ടുണ്ട്. ഞാൻ അരികിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് നേരാണോ? അതെ, ഞാൻ പ്രതിവചിച്ചു. അദ്ദേഹം അപ്പോൾ ചിരിക്കുവാനും ആവേശത്തോടെ സംസാരിക്കാനും തുടങ്ങി. അതെ, അത് നേരാണ്. കണ്ണുനീർ ആ മുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ഞാൻ ഇനി സന്തുഷ്ടനായി മരിക്കും. എന്തെന്നാൽ ഞാൻ അവിടുത്തെ കണ്ടു. മിഖായിലിനൊന്നും മനസ്സിലായില്ല. പിതാവ് എന്താണ് പറയുന്നത് റബ്ബി? മിഖായിൽ, ഈ അവസാന നിമിഷങ്ങളിൽ നിന്റെ പിതാവിനെ ഒന്ന് താങ്ങി പിടിച്ചുകൊള്ളൂ. നിങ്ങളും ഞാൻ പെൺമക്കളായി പറഞ്ഞു. അവർ തങ്ങളുടെ പിതാവിന് ചുറ്റും നിന്നപ്പോൾ അദ്ദേഹം അവരുടെ മുഖങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ഇവിടെയുണ്ട്. മെല്ലെ ആ ശബ്ദം കുഴയാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം മരണത്തിൻ്റെ കൈകളിലേക്ക് വഴുതി വീണു. മിഖായേലും സഹോദരിമാരും കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ മനുഷ്യൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ആ ശരീരം ആശീർവദിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ശിഷ്യന്മാരും പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മക്കളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ച് എണ്ണ കൊണ്ടുവരൂ. നമുക്ക് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാം. എന്നിട്ട് നിങ്ങൾ മൃതദേഹം അടക്കം ചെയ്യുന്നതിനായി ഒരുക്കണം. 3 പേരും കരച്ചിൽ നിർത്തി സമാധാനം കൊണ്ട് നിറയപ്പെട്ടവരായി. ഞാൻ പറഞ്ഞതുപോലെ അവർ ചെയ്തു. അവർ ശരീരം ഒരുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് അവസാനത്തെ കാൽവയ്പോടെ സ്വഭവനത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ അവസരം ആഘോഷിക്കേണ്ടതാണ്. അടുത്ത മുറിയിൽ അത്താഴത്തിനുള്ളതൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. എനിക്കൊന്നും ഭക്ഷിക്കാൻ തോന്നുന്നില്ല, മിഖായേൽ പറഞ്ഞു. എനിക്കും 2 സ്ത്രീകളും പറഞ്ഞു. നിങ്ങളുടെ പിതാവ് മരണത്തിൽ എത്ര സന്തോഷമായിരുന്നു എന്ന് നിങ്ങൾ കണ്ടില്ലേ? എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്. നിങ്ങൾ ഇപ്രകാരം ആകുവാനായിരിക്കുമോ അവൻ ആഗ്രഹിക്കുന്നത്? ഞാൻ സൗമ്യതയോടെ ചോദിച്ചു. അല്ല, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം സന്തോഷത്തോടെയാണ് പോയത്. എലിസബത്ത് ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ടും കവിളിൽ നിന്നൊരു കണ്ണീർ കണ്ണം തുടച്ചുകൊണ്ടും പറഞ്ഞു. താമസിയാതെ ഭക്ഷണത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പിന്നീട് ഭക്ഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. യൂദാസ് ഒഴികെ മറ്റെല്ലാവരും വളരെ സാവധാനത്തിലാണ് ഭക്ഷണം കഴിച്ചത്. യൂദാസ് ധൃതിയിൽ ഭക്ഷണം വെട്ടി വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇത് വളരെ രുചികരമായിരിക്കുന്നു. മിഖായേൽ, ഞാൻ പറഞ്ഞു, നീയും നിന്റെ സഹോദരിമാരും മരണത്തിൽ ആനന്ദമെന്ന സത്യത്തെയാണ് ഗ്രഹിക്കേണ്ടത്. നിങ്ങളും നിങ്ങളുടെ പിതാവിൻ്റേതുപോലൊരു നല്ല ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും മരണം ഒരു അനുഗ്രഹമായി തീരും. മരണം നിങ്ങളെ പിതാവിനരികിൽ എത്തിക്കും, സ്വർഗത്തിൽ നിത്യമായ സന്തോഷം പ്രദാനം ചെയ്യും. മരണം ഭയപ്പെടുവാനുള്ളതല്ല, എന്തെന്നാൽ അത് ദൈവത്തോട് ചേർന്നുള്ള ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പ് മാത്രമാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് മരണം ദൈവസ്നേഹമാകുന്ന പ്രതിഫലം കൊണ്ടുവരുന്നു. ദൈവത്തിൽ നിന്നുള്ള മഹനീയമായ ഒരു ദാനമാണ് മരണം. ശരിയാണ് റബ്ബി, എനിക്കറിയാം. എന്നാലും അത് ദുഃഖത്തിൻ്റെ സമയമാണ്, മിഖായേൽ മറുപടി പറഞ്ഞു. ദുഃഖം, അത് നിനക്ക് നിന്റെ പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. എന്നാൽ മരണാവസരത്തിൽ അദ്ദേഹത്തിൽ കണ്ട ആനന്ദം സ്വീകരിച്ചുകൊണ്ടും അത് പ്രകടിപ്പിക്കാവുന്നതാണ്. അവരുടെ ഉള്ളിലെ ദുഃഖം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രിയിലെ മരണമാകുന്ന ദാനത്തോടൊപ്പം ദൈവം മറ്റൊന്നുകൂടെ ഈ കുടുംബത്തിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മിഖായേൽ, നീ ഒരു നിമിഷം പോയി നിന്റെ പിതാവിനെ ഒന്ന് നോക്കിയിട്ട് വരൂ. മിഖായേൽ എഴുന്നേറ്റ് ഞൊണ്ടി ആ മുറിയിലേക്ക് പോയി കുറച്ച് നിമിഷങ്ങൾക്കകം തിരികെ വന്നു. ഞാനൊന്നും കണ്ടില്ല റബ്ബി, അവൻ പറഞ്ഞു. മിഖായേൽ, അവൻ്റെ സഹോദരിമാർ കൂവി വിളിച്ചു. നീ നടക്കുകയാണ്, നീ നടക്കുന്നു. മിഖായേൽ തൻ്റെ കാലിലേക്ക് നോക്കിയപ്പോൾ അവൻ നേരെയായിരിക്കുന്നത് കണ്ടു. എന്നിട്ട് അവൻ മുറുക്കി ചുറ്റും ഓടി നടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദൈവമേ, എനിക്ക് നടക്കാം, എനിക്ക് നന്നായി നടക്കാം. എന്നാൽ 3 പെട്ടെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ എങ്ങനെ ഇത്രയധികം സന്തോഷിക്കും? പിതാവ് മരിച്ചിരിക്കുന്നു. ഞാൻ പ്രതിവചിച്ചു, തൻ്റെ പുത്രനെ ഇതുപോലെ കാണുന്നതിൽ നിങ്ങളുടെ പിതാവ് സന്തോഷിക്കുകയില്ലേ? ഉവ്വ്, തീർച്ചയായും എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖത്താലും സന്തോഷത്താലും കരയുകയും പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു. എൻ്റെ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ കരുണയെ പ്രകീർത്തിച്ചുകൊണ്ട് നന്ദി സൂചകമായ ഒരു സങ്കീർത്തനം പാടി തുടങ്ങി. പെട്ടെന്ന് മിഖായേൽ സഹോദരിമാരെ ആലിംഗനം ചെയ്യുന്നത് നിർത്തിയിട്ട് വിടർന്ന കണ്ണുകളോടെ എന്നെ നോക്കി. പിന്നെ എൻ്റെ മുമ്പിൽ വീണുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവ് പറഞ്ഞത് എന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്. നീയാണവൻ, അത് നീയാണല്ലേ?
ഞാൻ അവൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ പറഞ്ഞു, അതെ. അവൻ എൻ്റെ പാദങ്ങൾ ചുംബിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ കാര്യം മനസ്സിലാക്കിയ അവൻ്റെ സഹോദരിമാരും അവനോടൊപ്പം ചേർന്നു. എൻ്റെ സ്നേഹിതരെ, ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എൻ്റെ പിതാവിനോടുള്ള നന്ദിയുള്ളവരായിരിക്കുക. കൂടാതെ നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മറ്റുള്ളവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെയും ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കണം. ഞാൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നിശ്ചയമായും ഞങ്ങളത് ചെയ്യും. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ അവരെ പിതാവിൻ്റെ സംസ്കാരം നടത്തുവാൻ സഹായിച്ചു. ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ സന്തോഷം മാത്രമാണുള്ളത്. പിന്നീട് യാത്ര പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ദൈവവിശ്വാസം കൈവിടരുത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിറവുള്ളതായി തീരും. കർത്താവെ, അവിടുന്ന് തിരിച്ചു വരും അല്ലേ? എലിസബത്ത് ചോദിച്ചു. ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, എന്നാലും ഞങ്ങളെ കാണുന്നതിനും അങ്ങ് ദയവായി തിരികെ വരണം. മിഖായേൽ പറഞ്ഞു, സത്യമായി ഞാൻ വരും. ഇത് പറയുമ്പോൾ ഉയർപ്പിന് ശേഷമായിരിക്കും ഞാനിനി അവരെ സന്ദർശിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. മരണത്തിൻ്റെ പൊരുളും നിത്യജീവിതമെന്ന യാഥാർത്ഥ്യവും അവരെ കാണിക്കുവാനായിരിക്കണം അന്ന് ഞാനവരെ സന്ദർശിക്കുന്നത്. നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് നാളെ അടുത്ത ഭാഗം വായിക്കുന്നതിനായി കാത്തിരിക്കാം. പ്രാർത്ഥനയുടെ ആയിരിക്കാം.